നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതങ്ങനെ വിട്ടൂടാ. ചെമ്പകമംഗലം പുകയണം, കത്തി പർവ്വതം പോലെ പുകയണം, പുകയ്ക്കണം. എന്നിട്ട് മീനാക്ഷിയെ പുറത്തേക്ക് കൊണ്ടുവരണം. അതിനൊരു ഐഡിയ ഉണ്ട്. മാധുരി മരിച്ച തീയതി വെച്ച് കണക്ക് കൂട്ടണം. ഇത് തന്നെ വഴി. ഇന്ദ്രജ, എന്റെ തറവാടിന് നിങ്ങൾ ശത്രുവാ. പക്ഷേ എനിക്ക് നിങ്ങളെ മിത്രമാക്കി നിർത്തിയേ പറ്റൂ. കാര്യം രണ്ട്. ഒന്ന്, മാധവ മന്ദിരത്തിന്റെ സ്വത്തിന്റെ പകുതിയെങ്കിലും എനിക്ക് കിട്ടണം. അതിന് ഈ നാത്തൂനെ കൂടെ ചേർത്ത് നിർത്തിയേ പറ്റൂ. പിന്നെ മീനാക്ഷി, അമ്മ മകൾ ഇടപാട്, രണ്ടിനെ ഇവിടുന്ന് അടിച്ചിറക്കിയേ പറ്റൂ. ഹലോ ഇന്ദ്രജി. എന്താ സാവിത്രി ഫോൺ എടുക്കാൻ ഇത്ര താമസം? ഈ വീടിന്റെ ചുമതല മുഴുവൻ എന്റെ തലയിലല്ലേ ഇന്ദ്രജി? ചെമ്പകമംഗലത്തിന് മറ്റൊരു മഹാറാണി കൂടി ഉണ്ടല്ലോ, രാജലക്ഷ്മി അമ്മ ദത്ത് നിർത്തിയ മഹാരാജ്ഞി. ആ മഹാരാജ്ഞിക്ക് ഒരു കുമാരി കൂടി ഈയിടെ ഉണ്ടായി. രാജ്ഞിയെ രാജകുമാരിയും കൂടെ മുറിയിലെ പള്ളി വർത്തമാനത്തിലാണെന്ന് തോന്നുന്നു. ഇനി പള്ളിച്ചായ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വരും. ഈ രണ്ട് പള്ളിക്കെട്ടുകളെയും അവിടെ നടിച്ചിറക്കി ശുദ്ധികലശം ചെയ്യാനുള്ള ഒരു ഉഗ്രൻ വേലയുമായിട്ടാ ഞാനിപ്പോ നിൽക്കുന്നത്. അല്ല, എന്റെ സഹായം വേണ്ട ഇന്ദ്രജെ? പിന്നെ അത് പറയാനല്ലേ ഞാൻ വിളിച്ചത്. അതിനെന്താ, ഒരു സംശയം വേണ്ട. രാമഭദ്രൻ എന്ന ഇന്ദ്രജയുടെ ആങ്ങളയായ എന്റെ ഭർത്താവ് എതിർത്താലും ഞാൻ ഇന്ദ്രജയുടെ കൂടെ തന്നെ. അതെനിക്കറിയാം. സാവിത്രിയുടെ വിശ്വസ്തതയെ പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ കാര്യം പറയും. മീനാക്ഷിയെ എനിക്കിങ്ങ് വേണം. മീനാക്ഷിയെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു കുതന്ത്രം ഞാൻ മെനഞ്ഞിട്ടുണ്ട്. ആ മെനഞ്ഞ കുതന്ത്രത്തെ പറ്റി ഒന്ന് വിശദീകരിക്കൂ. മനുഷ്യനായാലും മറ്റേത് ജീവികൾക്കായാലും പെറ്റമ്മ എന്ന് പറയുന്നത് ഒരു ദൗർബല്യമല്ലേ? യാതൊരു സംശയം വേണ്ട. അമ്മയെന്ന് പറഞ്ഞാലേ സ്നേഹത്തിന്റെ വേറൊരു ലോകം. എന്നാൽ മീനാക്ഷിയുടെ ആ ദൗർബല്യത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കുന്നു നമ്മുടെ ഈ കുതന്ത്രം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.